ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ അടുത്ത് വന്നിട്ടുള്ളത് സ്കോഡ വണ്ടിയാണ്. ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഇത് വണ്ടിയുടെ ക്ലസ്റ്ററാണ്. ഈ ക്ലസ്റ്റർ ഒന്നും ഓൺ ആകുന്നില്ല എന്നുള്ളതാണ് വണ്ടിയുടെ ഇഷ്യൂ. ഇതിന് ഈ സ്കോഡ വോക്സ്വാഗൻ വാഗ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ ക്ലസ്റ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഐറ്റമാണ് ഈ വണ്ടിയിൽ. കാരണം ഇതിൻ്റെ കീ ആക്സസ് ആവുന്നത് വന്നിട്ട് മീറ്ററിലാണ്. അപ്പോൾ മീറ്റർ ഓൺ ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി സ്റ്റാർട്ടാകില്ല. ആ ഒരു പ്രശ്നത്തിനാണ് നമുക്കിന്ന് ഈ കിറ്റ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് നമുക്ക് കോട്ടയത്ത് നിന്ന് വന്നിട്ടുള്ളൊരു വർക്കാണ്. അപ്പോൾ അതിൻ്റെ ECM, ക്ലസ്റ്റർ, വണ്ടിയുടെ കീ എല്ലാം കൂടെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. നമുക്കിത് ഓൺ ടേബിൾ ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ആ കിറ്റ് വന്നിട്ട് നമ്മുടെ സിമുലേറ്ററിൽ ഇട്ട് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ക്ലസ്റ്റർ തന്നെയാണോ ഇഷ്യൂ, അതോ വണ്ടിയിൽ എന്തെങ്കിലും സംതിങ് വയറിങ്ങിൻ്റെ പ്രശ്നമാണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ വന്നിട്ട് ഇപ്പം വണ്ടി ഓൺ ആക്കിയിട്ടുണ്ട്. ഫ്യൂൽ പമ്പ് എല്ലാം ഓണായി ഓഫായി, പക്ഷേ ഇപ്പോഴും ക്ലസ്റ്ററിനകത്ത് യാതൊരു ഇൻഡിക്കേഷൻസും ഇല്ല. നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. വണ്ടി ഒന്ന് സ്റ്റാർട്ടായിട്ടുണ്ട്. വണ്ടി ഒരു സെക്കൻഡ് ഒന്ന് സ്റ്റാർട്ടായി ഓഫായി പോയി. അത് സെക്യൂരിറ്റി ആക്സസ് ആവാത്തതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം വന്നത്. അപ്പോൾ നമ്മുടെ ഫൈൻഡിങ്സ് ഓക്കെയാണ്. ഇത് ക്ലസ്റ്റർ തന്നെയാണ് ഇഷ്യൂ. നമുക്കിതിനെ റിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കിയിട്ട് റിപ്പയർ ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആ മീറ്റർ റിമൂവ് ചെയ്തിട്ടുണ്ട്. റിമൂവ് ചെയ്ത് നമുക്ക് ഇനി എൻ്റെ PCBയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. PCB എടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി അത് നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ സ്കോഡയുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ക്ലസ്റ്റർ ഓൺ ആകാത്തായിരുന്നു ഇഷ്യൂ. നമ്മുടെ ക്ലസ്റ്റർ ഇപ്പം വന്നിട്ട് ഓൺ ആയിട്ടുണ്ട്. ഡിസ്പ്ലേ എല്ലാം വന്നിട്ടുണ്ട്. വാർണിംഗ് ലൈറ്റുകൾ, ഇഗ്നിഷൻ, MI ലാമ്പ്, കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. വണ്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇഞ്ചക്ടർ ഫയർ ആയിട്ടുണ്ട്. ഓക്കെ, വണ്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പം ഈ ടൈപ്പ് വർക്കുകൾ ഇനി വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടിക്ക് ഇങ്ങനെ പ്രശ്നം ഫേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് വണ്ടിയിലെ മീറ്റർ ഓൺ ആവുന്നുണ്ടോ, മീറ്ററിലെ ഡിസ്പ്ലേ എന്തെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ മീറ്റർ സർവീസ് ചെയ്യുന്ന ഷോപ്പിൽ കൊടുക്കുകയോ അല്ലെങ്കിൽ മീറ്റർ മാറി പ്രോഗ്രാം ചെയ്യുകയോ ചെയ്താൽ മതി. ഇതിനു വേണ്ടി ഭാരിച്ച ചിലവുകളൊന്നും വരുത്തി വെക്കേണ്ട. ഈ മീറ്റർ ഓൺ ആയില്ല എന്നുണ്ടെങ്കിൽ വാഗ് ഗ്രൂപ്പ് വണ്ടികൾ സ്റ്റാർട്ട് ആകില്ല. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.